നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. എക്സിറ്റ് പോളിൽ അവകാശവാദവുമായി മുന്നണികൾ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത പിണറായി വിജയനെന്നും എം വി ഗോവിന്ദൻ. എക്സിറ്റ് പോളുകളേക്കാൾ അധികം സീറ്റുകൾ നേടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിനെ വിമർശിച്ച വെള്ളാപ്പള്ളി നടേശൻ. UDF അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് ലീഗായിരിക്കുമെന്നും അങ്ങനെയെങ്കിൽ മാറാട് ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി. പോളിംഗ് ഉദ്യോഗസ്ഥർക്കിനി പോസ്റ്റൽ വോട്ടിന് അനുമതിയില്ല. ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ട് നിഷേധിച്ചത് ഉന്നയിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് ഹർജിയിലെന്നും കോടതി. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നു. ഇടുക്കിയിലും പത്തനംതിട്ടയിലും ഓറഞ്ച് അലർട്ട്. കാറ്റിന് സാധ്യത. കാസർഗോഡ് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതാണെന്നും പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ്. ഹോർമൂസിൽ പുതിയ അധ്യായം തുറക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവ്. അമേരിക്ക പരാജയപ്പെട്ടെന്നും മുജ്തബ ഖമേനി. ഇറാനിലെ US ഉപരോധം തുടരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 ഇറാൻ യുദ്ധത്തിനായി അമേരിക്ക ചെലവാക്കിയത് $25 ബില്യൺ എന്ന കണക്കുകൾ. എന്ത് വില കൊടുത്തും ആണവായുധ നിർമ്മാണം തടയുമെന്ന് അമേരിക്ക. കേരളത്തെ സംബന്ധിച്ച യാതൊരു ഉത്കണ്ഠയുമില്ലെന്ന് എം വി ഗോവിന്ദൻ. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് വ്യക്തമായി. മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ പിണറായി വിജയനാണെന്ന് സർവേ പറയുന്നു. BJPക്ക് ഒരു സീറ്റും ലഭിക്കില്ല. ഒരു റിപ്പോർട്ടിനെയുമല്ല ജനങ്ങളെയാണ് വിശ്വസിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള എക്സിറ്റ് പോളാണ് ഇപ്പോഴ് ഇന്ത്യയിലുടനീളം ചില വാർത്താ മാധ്യമങ്ങളുടെ ഭാഗമായിട്ടും ചില പ്രധാനപ്പെട്ട ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവാചകന്മാരെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്ന് പറയുമ്പോൾ വ്യത്യാസം 2 എണ്ണമാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നത് എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അധികം സീറ്റുകൾ നേടുമെന്ന് KC വേണുഗോപാൽ. കണ്ണൂരിലടക്കം വലിയ മാറ്റമുണ്ടാകും. 4-ാം തീയതി UDFന്റെ ദിവസമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. നിങ്ങൾക്ക് കണ്ണൂരിൽ നിന്നുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ണൂരിലടക്കം അത്ഭുതങ്ങൾ ഉണ്ടാവും. അല്ലല്ല, ഞങ്ങൾ എക്സിറ്റ് പോളുകളുടെ കാര്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെയാണ് എക്സിറ്റ് പോളുകളെ ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് എടുക്കുന്ന നിലപാട് തന്നെയാണ്. എക്സിറ്റ് പോളുടെ ഫലങ്ങൾ മാത്രം വെച്ചിട്ടല്ല ഫലങ്ങൾ വരാറുള്ളത്. അത് അകൃത്യമായിട്ടും അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അത് ഈ കേരളത്തിലെ ഫലങ്ങൾ വെച്ച് മാത്രമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ കണ്ടത് തരംഗം തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ വികാരം, ഇന്ദിരാ ഗ്യാരണ്ടിയോടുള്ള ഏറ്റവും ശക്തമായ പ്രതിബദ്ധത, അതൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ 4 ദിവസത്തെ കാര്യമുള്ളൂ. 4 ദിവസമില്ല, 3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് വരുന്നവരെ കാത്തിരിക്കാം. നമ്മളതിനകത്ത് തലമുണ്ടാക്കേണ്ട കാര്യം 4-ാം തീയതി ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയോടെ നിൽക്കുകയാണ്. 4-ാം തീയതി UDFന്റെ ദിവസമായിരിക്കും. ഞാൻ അത്തരം കാര്യം ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ തീരുമാനമാണ്, AICCയുടെ നിർദ്ദേശമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തുറന്ന UDF കണക്ക് കൂട്ടിയതാണ് എക്സിറ്റ് പോളിൽ വന്നിരിക്കുന്നതെന്ന് K മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ച 4-ാം തീയതിക്കു ശേഷം മതിയെന്നും മുരളീധരൻ പറഞ്ഞു. ഇത് എല്ലാ എക്സിറ്റ് സർവേയിലും പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാകുന്നത്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്.
അതുകൊണ്ട് UDF സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. 4-ാം തീയതിയുള്ള റിസൾട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതാണ്, അതിനെ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എക്സിറ്റ് പോൾ ഫലം മുഖവിലക്കെടുക്കുന്നില്ലെന്ന് CPM നേതാവ് NN കൃഷ്ണദാസ്. 2021 LDFന് ഭരണം ലഭിക്കില്ലെന്നായിരുന്നു എക്സിറ്റ് പോൾ. പാലക്കാട് നിലവിലെ സ്ഥിതി തുടരും. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ BJPക്ക് പ്രതീക്ഷ മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഞങ്ങൾ ഈ മെയ് 4-ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ട് എണ്ണിയതേ അംഗീകരിക്കുന്നുള്ളൂ. എക്സിറ്റ് പോൾ ഫലം മുഖവിലേക്ക് എടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞങ്ങൾ 99 സീറ്റിൽ കഴിഞ്ഞ തവണ ജയിച്ചപ്പോഴും ഞങ്ങൾ തോൽക്കുന്നതായിരുന്നു കുറേ അധികം ആൾക്കാർ ഈ എക്സിറ്റ് പോൾ നടത്തി പറഞ്ഞത്. അതൊന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെക്കാളും കൂടുതൽ സാധ്യതയുള്ള ഏതെങ്കിലും പ്രത്യേക കഴിവുള്ള വിഭാഗങ്ങളുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന് CPM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസാരിക്കുകയാണ്. അതിലേക്ക് ഒരു ലോക്കൽ 18 വീട് നിർമ്മിച്ച അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട്. 18ാമത്തെ വീടിൻ്റെ താക്കോൽദാനം തൃശ്ശൂർ ജില്ലയിൽ ഞാനാണ് നിർവഹിച്ചത്. ഒരു ലോക്കലിൽ 18 വീട്. അത് വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ലോക്കലൊരു തീരസഖാക്കൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ സ്വന്തം ജോലിക്ക് പോയി രാത്രി തിരിച്ചു വന്നാൽ ഒരു ഉത്സവം പോലെ ആ നാട്ടിൻ്റെ വിവിധ മേഖലയിൽ രാത്രികാല പ്രവർത്തനത്തിലൂടെ പിന്നെ ഒഴിവു ദിവസങ്ങളിൽ ഞായറാഴ്ചകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി കാര്യമായ സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ 17 വീട് കഴിഞ്ഞ് 18ാമത്തെ വീടാണ് അതിൻ്റെ താക്കോൽദാനം ഞാൻ നിർവഹിച്ചത് തൃശ്ശൂർ ജില്ലയിൽ. ഇങ്ങനെ ഭാവനാപൂർവമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് പാവപ്പെട്ടവർക്ക് വീട് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അത് ഞാൻ സാന്ദർഭികമായിട്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വളരെ ഗൗരവമുള്ളൊരു പ്രശ്നം നിങ്ങളുടെ എല്ലാം മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്നെനിക്കറിയാം. നിതിൻ രാജ് എത്രയോ പതിറ്റാണ്ടുകൾ ഇനി നമ്മോടൊപ്പം ജീവിക്കേണ്ടിയിരുന്ന ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിലെ മലപ്പുറം താനൂരിൽ UK ഭാസി അനുസ്മരണ പരിപാടിയിൽ PK കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുകയാണ്. അതിലേക്ക് ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരുപാട് നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാണ്. പല പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് നാടിനെ ഈ നിലയിൽ എത്തിക്കുന്നതിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹഭാജനമായ UK ഭാസിയുടെ പേരിലുള്ള ഈ പുരസ്കാരം ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കുന്ന ഈ ചടങ്ങിൽ വന്ന് സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വളരെയധികം ചാരിതാർത്ഥമുണ്ട്. അരിദാസോടം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിലേറെ അനുഭവ സമ്പത്തിൻ്റെ ഒരു ഭണ്ഡാരം തന്നെ, ഒരു കലവറ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ സദസ്സ് ഏറെ പവിത്രമാണ്. ഖാദർ സാഹിബ് എത്തിക്കഴിഞ്ഞാൽ പുരസ്കാര സമർപ്പണം ഉണ്ടാവും. ഹ്രസ്വമായ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കാൻ UDF ഞങ്ങളൊക്കെ പ്രവർത്തിച്ച VD സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗ്. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണെന്നും തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. അതിപ്പോൾ ഞങ്ങൾ പിന്നെ അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസിയാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഒരു 8-9ഓളം ഏജൻസികൾ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സത്യം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സർവേ ഫലത്തിൽ പ്രതികരിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സർവേ ഫലം എപ്പോഴും ശരിയാകണമെന്നില്ല. UDF ജയിച്ചാൽ ലീഗായിരിക്കും ഭരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാറാട് ആവർത്തിക്കുമെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. 4-ാം തീയതി വരെ കാത്തിരിക്കാം. LDF പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി വരുമെന്നാണ് ആഗ്രഹം. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണമെന്ന് ലീഗ് പറയരുതായിരുന്നു. UDF വന്നാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ തെളിവാണിതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഈ സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കണക്കുകൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാം, ശരിയാകാം. അതുപോലെ ലീഗിൻ്റെ വക്താവായിട്ടാണല്ലോ സതീശൻ നിൽക്കുന്നത്. അതുകൊണ്ട് സതീശന് എപ്പോഴും ഇത്തരം ധൈര്യവും തന്നേടും കൊടുത്ത് എന്തും പറയുന്നതിന് വലിയ ശക്തി ആരാണ്? ലീഗാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയല്ലേ സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ലീഗിന്റെ നേതാക്കന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിന്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ഇവിടെ മാറാട് എത്ര എണ്ണം ഉണ്ടാകും? എന്തെല്ലാം കുഴപ്പം അവർ സൃഷ്ടിക്കും? ഒന്നുമില്ലായിട്ട് എന്തെല്ലാം പറയുന്നു. എൻ്റെ കോലമര കത്തിച്ചില്ല, ഞാനത് ചെയ്തിട്ടാണ്. അവരുടെ സർവാധിപത്യത്തിന് നിന്നു കൊടുക്കാൻ ഘടകകക്ഷികൾ നിർബന്ധരാകുകയല്ലേ. അങ്ങനെയല്ല രാഷ്ട്രീയത്തിൻ്റെ പോക്ക്. അവരിപ്പോൾ ഒന്നും പറയുന്നില്ല. അവർ നിങ്ങൾ നോക്ക്, ഇനി പൊട്ടിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല, വകുപ്പിനെ പറ്റിയില്ല എന്നൊക്കെ നമുക്ക് പഞ്ചാര പറയേണ്ടത്. കാരണം വെച്ചാൽ മറ്റ് വിഭാഗങ്ങളുടെ വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് മറുഭാഗത്ത് പോകാതിരിക്കാനുള്ള അടവുമായാണ്. ഇനിയിപ്പോൾ പെട്ടി പൊട്ടിച്ച് റിസൾട്ട് കഴിഞ്ഞാൽ പറയും ഞങ്ങൾ. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുഹമ്മദ് റിയാസ്. PV അൻവറിന്റെ പരാമർശത്തോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ എക്സിറ്റ് പോളിൽ ബേപ്പൂർ മണ്ഡലത്തിൽ LDF പരാജയപ്പെടും. ബേപ്പൂർ ഉൾപ്പെടെ പല മണ്ഡലത്തിലും മണിയാശാൻ ഉൾപ്പെടെ പരാജയപ്പെടുന്നതായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഉടുമ്പൻചോലയും ബേപ്പൂരൊക്കെ നല്ല വോട്ടിന് LDF വിജയിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ബാക്കി വോട്ടെണ്ണുമ്പോൾ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാവും. ബേപ്പൂർ മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് തൊടുപുഴയിലെ UDF സ്ഥാനാർത്ഥിയും കേരള കോൺഗ്രസ് നേതാവുമായ അപ്പു ജോൺ ജോസഫ്. UDF സഖ്യം 100 സീറ്റുകൾ വരെ നേടി അധികാരത്തിൽ വരും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിച്ച 8 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള പൂർണ്ണാധികാരം കോൺഗ്രസ് നേതൃത്വത്തിനാണെന്നും അവർ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളിലും പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് UDF നേതാക്കന്മാരെല്ലാവരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. പിന്നെ ഒരു ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ ചർച്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഏകപക്ഷീയമായ ഏകാധിപത്യമല്ലല്ലോ. പല നേതാക്കന്മാരുണ്ട്, കഴിവുള്ള നേതാക്കന്മാരുള്ള പാർട്ടി. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ചർച്ചകളുള്ളൂ. അത് UDFൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു സ്മൂത്തായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു സൗഹൃദപരമായുള്ള രീതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായ. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുൻകാലങ്ങളിൽ തെറ്റിപ്പോയ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF എക്സിറ്റ് ഫലങ്ങളെ തള്ളുന്നത്. അതേസമയം കോഴിക്കോട് ജില്ല തൂത്തുവാരുമെന്നാണ് DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ പറയുന്നത്. താൻ തോറ്റാൽ മൊട്ടയടിക്കുമെന്ന് പറഞ്ഞ PV അൻവർ റിയാസിനെ വെല്ലുവിളിക്കുന്നുമുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒട്ടും അമ്പരപ്പില്ലാതെയാണ് LDF നേതൃത്വം പ്രതികരിക്കുന്നത്. കരുതലോടെയായിരുന്നു നേതാക്കളുടെ പ്രതികരണങ്ങൾ.
എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ഉള്ളതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായോ എന്ന് ഈ ഘട്ടത്തിൽ പറയാനാവില്ല. കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ച നിലവിലെ ജനാധിപത്യത്തെ അപഹസിക്കുന്നതാണ്. 90 സീറ്റ് വരെ കിട്ടുമെന്നത് MV ഗോവിന്ദന്റെ വിലയിരുത്തലാണ്. എത്ര സീറ്റ് കിട്ടുമെന്ന കണക്കിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എത്ര സീറ്റ് എന്ന് പറയുന്നത് ഒരിക്കൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് 90 സീറ്റിലധികം കിട്ടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശകലനമാണ്. കണക്ക് അത് പാർട്ടിക്കകത്തുള്ളതല്ലേ. ആ പരിശോധന പാർട്ടിക്കകത്ത് മാത്രമാണ്, അത് പുറത്ത് പറയുന്ന പരിശോധനയല്ല. ആ പരിശോധനയൊക്കെ ഞങ്ങൾ മനസ്സിലുണ്ട്, നിങ്ങൾ കൂട്ടിക്കൂടി. അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബും പ്രതികരിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിനകത്തും എക്സിറ്റ് പോൾ പറഞ്ഞതൊന്നും ഫലപ്രഖ്യാപനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പേരാമ്പ്ര മെറ്റീരിയൽ റൂം തുറന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കോടതി ഇടപെടലിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വീഡിയോ കോൺഫറൻസിന് അവസരമൊരുങ്ങിയെന്ന് പറഞ്ഞ DCC അധ്യക്ഷൻ കൗണ്ടിംഗ് സമയത്ത് ആവശ്യമെങ്കിൽ VVPAT എണ്ണാൻ ആവശ്യപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അപ്പുറത്തായിരിക്കും ജനവിധിയെന്നും പ്രവീൺ കുമാർ. എക്സിറ്റ് പോളിൽ കോഴിക്കോടിൽ 9 മുതൽ 11 വരെ സീറ്റുകളാണ് പ്രവചിച്ചത്. ആ ഏജൻസിയോട് നന്ദിയുണ്ട്, പക്ഷേ യാഥാർത്ഥ്യം അതുക്കുമേലെയുണ്ട്. അതേസമയം അനൗൺസ്മെന്റ് വിവാദവുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ ഹാജരായി TP രാമകൃഷ്ണൻ വിശദീകരണം നൽകി. ബേപ്പൂരിൽ പരാജയപ്പെട്ടാൽ തലമൊട്ടയടിച്ച് കാതിൽ കമ്മലിട്ട് കിഡ്സൺ കോർണർ മുതൽ മിഠായി തെരുവ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കുമെന്ന് PV അൻവർ പ്രതികരിച്ചു. തോറ്റാൽ മുഹമ്മദ് റിയാസ് തലയെങ്കിലും മൊട്ടയടിക്കുമോ എന്ന് വെല്ലുവിളിക്കുകയാണ് PV അൻവർ. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാ. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? എക്സിറ്റ് പോൾ ഫലങ്ങളോ മുന്നണികളുടെ കണക്കുകൂട്ടലുകളോ ഏതാകും ശരിയാവുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും. അമൃത ന്യൂസ്, കോഴിക്കോട്. പശ്ചിമ ബംഗാളിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് സമാനമായി അട്ടിമറി വിജയമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് റെക്കോർഡ് പോളിംഗിലൂടെ പ്രതിഫലിച്ചതെന്നാണ് BJPയുടെ നിഗമനം. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മമതാ ബാനർജി. അസമിലും BJPക്ക് ഭരണ തുടർച്ചയാണ് എക്സിറ്റ് പോളുകൾ ചൂണ്ടിക്കാട്ടിയത്. SIR-ന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാൾ ആര് പിടിച്ചെടുക്കുമെന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രാജ്യം. പുറത്തുവന്ന എക്സിറ്റ് പോളുകൾക്ക് സമാനമായി 170-ൽ കൂടുതൽ സീറ്റുകൾ നേടി ബംഗാളിൽ ആദ്യമായി ഭരണം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. 2 ഘട്ട വോട്ടെടുപ്പിലും രേഖപ്പെടുത്തിയ റെക്കോർഡ് പോളിംഗ് തൃണമൂലിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്നും തൃണമൂൽ കോട്ടകൾ പലതും തകർന്നടിയുമെന്നുമാണ് BJPയുടെ നിഗമനം. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ 2 എണ്ണം മാത്രമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ഭരണ തുടർച്ച പ്രഖ്യാപിച്ചത്. എന്നാൽ യഥാർത്ഥ ജനവിധി തനിക്കൊപ്പമാകുമെന്നും ബംഗാൾ ഒരിക്കലും BJPക്ക് മുൻപിൽ കീഴടങ്ങില്ലെന്നുമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആത്മവിശ്വാസം. സംസ്ഥാനത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രസക്തമായി പോയ CPM-ഉം കോൺഗ്രസും തിരിച്ചുവരവിനുള്ള പോരാട്ടം നടത്തിയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ 126-അംഗ അസം നിയമസഭയിൽ BJP ഹാട്രിക് വിജയം നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിച്ചത്. എക്സിറ്റ് പോളിനും അപ്പുറം 100-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടായിരിക്കും അസമിൽ BJPയുടെ 3ാം വിജയമെന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം. ദീർഘകാലം അസം ഭരിച്ചിരുന്ന കോൺഗ്രസിന് 30-ൽ കൂടുതൽ സീറ്റുകൾ നേടാനാകില്ലെന്നും പ്രവചനമുണ്ട്. സ്വതന്ത്ര ഭാരതത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ ബംഗാളിൽ BJP അട്ടിമറി വിജയം നേടുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ച. ദീദി മോദി പോരാട്ടം നടന്ന മണ്ണിൽ എക്സിറ്റ് പോളുകൾ BJPക്ക് മുൻതൂക്കം നൽകുമ്പോഴും ജനങ്ങൾ കൈവിടില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജി. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. തമിഴ്നാട്ടിൽ അധികാര തുടർച്ചയുണ്ടാകുമെന്ന് ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുമ്പോൾ അത് DMK സഖ്യത്തിന് ആത്മവിശ്വാസമാവുകയാണ്. എന്നാൽ 128 മുതൽ 147 സീറ്റുകൾ വരെ നേടി NDA സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ടൈംസ് നൗ പറയുന്നത്. NDA അധികാരത്തിലെത്തുമെന്ന് CNN-ഉം പറയുന്നു. അതേസമയം വിജയുടെ TVK 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷം അണ്ണാ DMKയും നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകവും അടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അഭ്യൂഹം. രഹസ്യ ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് വിവരം. തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ചർച്ചകൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുക.
പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ANA സംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉച്ചകോടി 2.0 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം ആരോപിച്ചു. രാവണന്റെ നാഭിയിലെ അമൃത് പോലെയാണ് ഭീകരവാദം. ഒരു തല വെട്ടിമാറ്റിയാലും മറ്റൊന്ന് സജീവമാകും. ഭീകരവാദത്തെ നിലനിർത്തുന്ന ഈ ഉറവിടത്തെ ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും പ്രതിരോധ मंत्री പറഞ്ഞു. मैंने स्वयं चीफ ऑफ डिफेंस स्टाफ, तीनों सेक्रेटरी और जो डिफेंस सेक्रेटरी यहां मौजूद है डिफेंस सेक्रेटरी के साथ मीटिंग की. वैसे तो आम तौर पर अपनी सेनाओं से मैं पहले भी कहता रहा हूं कि आपको हर स्थिति से निपटने के लिए हर पल तैयार रहने की आवश्यकता है. लेकिन उस दिन जब मैंने उनसे पूछा, डिफेंस सेक्रेटरी यहां पर मौजूद हैं, उस दिन मैंने पूछा कि ऑपरेशन करना है, उसके लिए तैयार हैं. मैं बधाई देना चाहता हूं अपने तीनों सर्विसेज के चीफ्स को, पूरे जो अफसर्स मौजूद थे कि हम पूरी तरह से तैयार हैं. ആണവ മിസൈൽ ശേഷി ഇറാന്റെ ദേശീയ സ്വത്താണെന്നും അത് തങ്ങൾ സൂക്ഷ്മമായി സംരക്ഷിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് മറുപടിയായാണ് ഖമനേയിയുടെ പ്രസ്താവന. പേർഷ്യൻ ഉൾക്കടൽ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഗൾഫ് മേഖലയ്ക്ക് അമേരിക്കയില്ലാത്ത ഒരു ഭാവി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് US സൈനിക സാന്നിധ്യമാണ്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷ ഒരുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇറാനിലെ US ഉപരോധം തുടരുമോ എന്ന ആശങ്കയ്ക്കിടെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $120 കടന്നു. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നിലവിൽ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അതേസമയം ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എണ്ണവില $140 അടുക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ജർമ്മനി ആവശ്യപ്പെട്ടു. ബംഗളൂരുവിൽ മതിലിടിഞ്ഞു മരിച്ച സ്മിതയ്ക്കും ലതയ്ക്കും യാത്രാമൊഴിയേകി ജന്മനാട്. സ്വദേശമായ പിറവം രാമമംഗലത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ പൊതുദർശന ചടങ്ങിൽ 100 കണക്കിന് ആളുകൾ ഇരുവർക്കും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കുടുംബശ്രീ അംഗങ്ങൾക്കൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് സ്മിതയും ലതയും കനത്ത മഴയിൽ മതിലിടിഞ്ഞു വീണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ വിനോദയാത്ര സംഘത്തോടൊപ്പം കഴിഞ്ഞ ദിവസമാണ് രാമമംഗലത്ത് നിന്ന് സ്മിതയും ലതയും ഉൾപ്പെട്ട 6 പേർ ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത്. വിമാനമാർഗമായിരുന്നു യാത്ര. ശിവാജി നഗറിൽ വെച്ച് കനത്ത മഴയെ തുടർന്ന് ഒരു ഷീറ്റിനിടയിൽ കയറി നിൽക്കുമ്പോൾ ആശുപത്രിയുടെ മതിലിടിഞ്ഞ് സ്മിതയും ലതയും ഉൾപ്പെടെ 7 പേർ മരിച്ചു. വൈകിട്ട് 5:30 അപകടം. ഈ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിരുന്നു സ്മിതയും ലതയും. അംഗനവാടികൾക്കും അതുപോലെ ഗർഭിണികൾക്കുമൊക്കെ സപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് എറണാകുളം ജില്ലയിൽ 10 യൂണിറ്റാണ് അതിൻ്റെ ഉള്ളത്. അതിൽ ഈ രാമമംഗലം പഞ്ചായത്തിലൊരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലെ ജീവനക്കാരും അതിൻ്റെ ഒരു നടത്തിപ്പുകാരുമായിരുന്നു അവർ. അതിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനമായിരുന്നു ഇരു കുടുംബങ്ങളുടെ ആശ്രയം. ഈ വിമാനത്തിൽ കയറിയിട്ടില്ല എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവരെല്ലാവരും കൂടി ആലോചിച്ച് ബാംഗ്ലൂർക്ക് പോകണമെന്ന് തീരുമാനിച്ചത്. സന്തോഷത്തോടെ യാത്ര പോയവർ ചേതനയേറ്റ് തിരികെ വന്നപ്പോൾ ഒരു നാടാകെ വിതുമ്പി. ദുഃഖം സഹിക്കാനാകാതെ സ്മിതയുടെ ഭർത്താവ് തളർന്നു വീണു. രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു 2 പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത്. നാട്ടുകാരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമടക്കം ഇവിടെയെത്തി യാത്രാമൊഴി ചൊല്ലി. ജില്ലാ കളക്ടർ G. പ്രിയങ്കയും രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ലതയ്ക്കും സ്മിതയ്ക്കും അന്തിമോപചാരം അർപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ B. അശോക് IAS. സസ്പെൻഷനെ അംഗീകാരമായി കണക്കാക്കുന്നു. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ നടപടിയാണ് സസ്പെൻഷൻ. എല്ലാ തരത്തിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് തനിക്കെതിരെയുള്ള നടപടിയെന്നും അശോക് ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷം നടന്നത് എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗമാണ്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഏപ്രിൽ 9 കേരളത്തിലെ വോട്ടർമാർ ഡിസ്മിസ് ചെയ്ത ഒരു ഗവൺമെൻറ്റിൻ്റെ സസ്പെൻഷൻ ഉത്തരവാണ്. അപ്പോൾ അത് തൽക്കാലം മേശപ്പുറത്തിരുന്നാൽ മതി. പുതിയ ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തന്നെ അത് പിൻവലിക്കപ്പെടുമെന്നും സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമെന്നും എനിക്ക് മറ്റേതൊരു പൗരനെയും പോലെ കാരണമില്ലാത്ത ഉത്തരവായതുകൊണ്ട് തന്നെ വോയിഡ് അബ് ഇനിഷ്യൂ ആയിട്ട് അത് പിൻവലിക്കപ്പെടുമെന്നും
തൽസ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടും, അതിൻ്റെ മുന്നിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നടപടിയും അതിന് ആവശ്യമില്ല. കാലാവധി കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവാണ് നിലവിലുള്ളത്. പോകുന്ന പോക്കിൽ ശത്രുക്കൾക്കെതിരെ വെടിയുതിർത്ത് പോവുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. എല്ലാ പോരിലും പരാജയപ്പെട്ട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തി എന്നൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് 4 മണിയോട് കൂടിയിട്ട് എനിക്കൊരു സസ്പെൻഷൻ ഓർഡർ തരികയാണുള്ളത്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റി. വിരമിച്ച ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലും വിമർശനമുണ്ട്. വളരെ കൂടുതൽ അന്വേഷണവും വളരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമുള്ള ഒട്ടേറെ ക്രമക്കേടുകളുടെ നീണ്ട നിരകൾ തന്നെ ഞാൻ ഈ പരാമർശിച്ച സ്ഥാപനങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് ഇന്നത്തെ ദിവസം അതിലേക്ക് കടക്കുന്നത് അനവസരത്തിലാണ്. കാരണം ഞാനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുകയാണ് എന്ന് പറഞ്ഞേക്കാം. അത് അതിൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കിഫ്ബി CEO KM എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗത്തിനെയും തുറന്നുകാട്ടി ബി അശോക്. ശ്രീ KM എബ്രഹാം മന്ത്രി പദവി കൂടി അസ്യൂം ചെയ്തതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ്റിലെ രണ്ടാമനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ധനകാര്യ വകുപ്പിനെ മറികടന്ന് നിരവധി അവസരങ്ങളിൽ അദ്ദേഹം ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും വരെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5000-6000 കോടി ഒരു വർഷം വായ്പയായിട്ടും ഗ്രാൻഡായിട്ടും കിഫ്ബിക്ക് ലഭ്യമാവുന്നു. ഏകദേശം 40,000 കോടി രൂപയോളം ഏതൊരു വകുപ്പിനേക്കാളും വലുതാണ് കിഫ്ബിയുടെ ധനവിനിയോഗം. അപ്പോൾ ഇത് കയ്യിൽ വരികയും കിഫ്ബി സർക്കാരിനേക്കാൾ ശക്തമായൊരു സ്ഥാപനമാണെന്ന് വരികയും ചെയ്തതോടുകൂടി എങ്ങനെയത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ സർക്കാരിലെ ഒരു ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രമായിട്ട് അദ്ദേഹം വളർന്നിട്ടുണ്ട്. കിഫ്ബി, വയനാട് പുനരധിവാസം തുടങ്ങിയവയിലെ ഫണ്ട് വിനിയോഗം പരിശോധിക്കണമെന്നും IAS ഉദ്യോഗസ്ഥരോടുള്ള അടിമനോഭാവം മാറുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സിനിമാ സെറ്റുകളിലും ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഫിലിം ചേംബർ ഭാരവാഹികൾ. IC കമ്മിറ്റികൾ യോഗം ചേർന്ന് മിനിറ്റ്സ് മോണിറ്ററിംഗ് കമ്മിറ്റിയെ അറിയിക്കും. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടാതെ ഇനി സിനിമകൾ സെൻസറിംഗിന് അയക്കാൻ അനുമതി കൊടുക്കില്ലെന്നും ഫിലിം ചേംബർ ഭാരവാഹികൾ അറിയിച്ചു. കൊച്ചിയിൽ വിവിധ സിനിമാ സംഘടനാ ഭാരവാഹികൾക്കായി നടത്തിയ വർക്ക്ഷോപ്പിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സംഘടനാ പ്രതിനിധികൾ. സിനിമയുടെ നിർമ്മാതാവ്, സംവിധായകൻ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നിവർ ICകളിൽ പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ആ ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് ഉള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മിക്കവാറും എല്ലാ സെറ്റുകളിലും IC രൂപീകരിച്ച് കഴിഞ്ഞു. അപ്പം ചില ചുരുക്കം 1-2 സ്ഥലങ്ങളിൽ ഇങ്ങനെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും IC രൂപീകരിച്ച് കഴിഞ്ഞു. ഓരോ സെറ്റിലും IC രൂപീകരിക്കുമ്പോൾ അവിടെ അവർ പാലിക്കേണ്ട ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാ സെറ്റിലും IC രൂപീകരിക്കുകയും അവരുടെ പേരുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുകയും പിന്നെ അവിടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ICയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയും IC രൂപീകരിച്ചതിൻ്റെ മിനിറ്റ്സ് ഉണ്ടാക്കി IC മീറ്റിംഗ് നടത്തി 1-2 മീറ്റിംഗ് നടത്തി അതിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി മോണിറ്ററിംഗ് കമ്മിറ്റി ഏൽപ്പിക്കണം എന്നുള്ളൊരു നിബന്ധനയും കൂടെ വെച്ചിട്ടുണ്ട്. ഈ IC തുടങ്ങുന്ന സമയത്തും ഈ തീരുന്ന സമയത്തും ഷൂട്ടിംഗ് തീരുന്ന സമയത്തും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനായിട്ടുള്ളൊരു കാര്യങ്ങളും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. തൃശൂർ ആനക്കലിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവനിശ്ശേരി സ്വദേശി 30 വയസ്സുള്ള ഉണ്ണിമായെയാണ് മരിച്ചത്. രാവിലെ ഭർത്താവുമായി വഴക്കുണ്ടായതിനു ശേഷമാണ് ഉണ്ണിമായെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 8:30 സംഭവം. തൃശൂരിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിലുണ്ടായിരുന്ന ഉണ്ണിമായ അവിടേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തത്. പിന്നീട് തർക്കം വഴക്കിലേക്ക് മാറി. പിന്നീട് ഭർത്താവിൻ്റെ അമ്മയും മറ്റും വന്ന് നോക്കുമ്പോൾ ഉണ്ണിമായ മുറിയിൽ ചലനമറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ഭർത്താവിൻ്റെ അമ്മയും നാട്ടുകാരുമാണ് യുവതിയെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിന് ശേഷം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയ ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തർക്കത്തിനിടെ ശിവപ്രസാദ് ഉണ്ണിമായയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചതായി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതാകാം മരണകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഭർത്താവ് ശിവപ്രസാദിനെ നെടുപുഴ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. മുൻപും ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉണ്ണിമായയുടെ മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ശേഷമേ കൃത്യമായ മരണകാരണം കണ്ടെത്താനാകൂ. അമൃത ന്യൂസ്, തൃശൂർ.
കോട്ടയം സ്വദേശികളായ സഹോദരിമാരെ കന്യാകുമാരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് വാവതുറയിൽ മത്സ്യബന്ധന തൊഴിലാളികളാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആനി ഫിലിപ്പ്, മീര ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഇരുവരും കന്യാകുമാരിയിലെത്തിയത്. 2 ദിവസമായി ഇരുവരെയും കാണാനില്ലായിരുന്നു. സംഭവത്തിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശാരിപ്പള്ളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. നഗ്നചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. KAP അടൂർ ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശൂരനാട് വടക്ക് ആനയടി സ്വദേശിയായ അവിനാഷ് സുരേന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് പെൺകുട്ടിയുടെ ചിത്രങ്ങൾ മാതാവിന്റെ ഫോണിൽ നിന്ന് തന്റെ ഫോണിലേക്ക് പകർത്തിയ അവിനാഷ് പിന്നീട് സമൂഹമാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ട് സൃഷ്ടിച്ച് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. തുടർന്ന് ഈ ചിത്രങ്ങൾ പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിലേക്കും വാട്സപ്പ് വഴി അയച്ചു. ചിത്രങ്ങൾ അജ്ഞാത വ്യക്തി പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയെന്നും അതുമായി ബന്ധപ്പെട്ട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അവിനാഷ് കുടുംബത്തെ വിശ്വസിപ്പിക്കുകയായിരുന്നു. 15 പവൻ സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയാൻ കഴിയുമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അവിനാഷിന്റെ ഇടപെടലിൽ സംശയം തോന്നിയ കുടുംബം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. KAP അടൂർ ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസറായ ശൂരനാട് വടക്ക് ആനേടി സ്വദേശിയായ അവിനാഷ് സുരേന്ദ്രനെ ശൂരനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരായ പിതാവ് സർവീസിലിരിക്കെ മരിച്ചതിനെ തുടർന്നാണ് അവിനാഷിന് ജോലി ലഭിച്ചത്. നിലവിൽ ഏറെ നാളായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഇയാളെ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നുവെന്ന് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. വേനൽ മഴ എത്തിയതോടെ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞതാണ് തുണയായത്. കഴിഞ്ഞ ദിവസം ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് KECB വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് വേനൽ മഴ സജീവമാവുകയാണ്. കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മെയ് 2 വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് എളേരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് കുട്ടിക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുട്ടി. വീടിന് സമീപം കളിക്കുന്നതിനിടയിലാണ് കുട്ടിയെ പാമ്പ് കടിച്ചത്. 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് വിളംബര ജാഥയോടെ തുടക്കമായി. 4 ദിവസത്തെ സമ്മേളനത്തിൽ വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. സമ്മേളനം റിട്ടയർഡ് ജസ്റ്റിസ് N. നഗരേഷ് ഉദ്ഘാടനം ചെയ്യും. ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ മെയ് 3 വരെയാണ് ഹിന്ദു മഹാസംഗമം. ഇത്തരം സെമിനാറുകളുടെ ഉദ്ദേശം ആ രംഗത്ത് ശക്തി തെളിയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രത്തോട് അവരുടെ കടപ്പാട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കി കൊടുക്കാനുള്ളതാണ്. രാഷ്ട്രശക്തി സ്ത്രീശക്തിയിലൂടെ, രാഷ്ട്രശക്തി യുവശക്തിയിലൂടെ എന്നുള്ളതായിരിക്കും അതിന് മുന്നോട്ട് വയ്ക്കാനുള്ള മോട്ടോ. രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. 16 ഭിന്നശേഷിക്കാർക്ക് സ്വയം പര്യാപ്തരാകാൻ വേണ്ട സഹായങ്ങൾ നൽകും. സാംസ്കാരിക സംഗമങ്ങൾ, പ്രഭാഷണങ്ങൾ, വിവിധ കലാപരിപാടികൾ എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ കാടും പടലും കയറുന്നതും പാമ്പുകളുടെ താവളമാകുന്നതും പതിവാണ്. വീടിന്റെ പരിസരങ്ങളിൽ കാട് വളരുന്നതാണ് ഒരു പരിധിവരെ പാമ്പുകളുടെ ശല്യം രൂക്ഷമാകാൻ കാരണം. എന്നാൽ പാമ്പ് ശല്യം ജില്ലയിൽ രൂക്ഷമാകുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്തുകയാണ് ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി മുരളീധരൻ നായർ. അതെങ്ങനെയെന്നല്ലേ ഈ റിപ്പോർട്ട് കണ്ടുവരാം. മുറ്റത്ത് പുല്ല് തഴച്ചു വളരില്ല, വൃത്തിയാക്കാനാണെങ്കിൽ അതും വളരെ എളുപ്പം. വീട്ട്മാറ്റാണിപ്പോൾ പാമ്പുകൾ നയിക്കുന്ന ദുരന്തകഥയിൽ നായകവേഷമണിയുന്നത്. വീടിൻ്റെ മുറ്റങ്ങൾ പ്ലാസ്റ്റിക് മൂടി ഉപയോഗിച്ച് മൂടുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു തവണ ഷീറ്റ് വിരിച്ചാൽ ദീർഘകാലത്തേക്ക് പുല്ല് വളർച്ച നിയന്ത്രിക്കാനാകുമെന്ന കണ്ടെത്തലിലാണ് ഈ പരീക്ഷണം. സാധാരണയായി 6 മാസത്തിലധികം കേടുപാടില്ലാതെ നിലനിൽക്കും. കട്ടിയുള്ള ഷീറ്റ് ഉപയോഗിച്ചാൽ 1 മുതൽ 3 വരെ വർഷം ഫലപ്രദമാണെന്ന് ഉപയോഗിക്കുന്നവർ പറയുന്നു. പുല്ല് കളിക്കില്ല, ഇടജന്തുക്കൾ കുറയും. പിന്നെ ഒരു 4-5 വർഷത്തോളം നമുക്ക് ഒന്നും ചെയ്യേണ്ട. അതിനകത്ത് തൂത്ത് പിടിച്ച് തുടച്ച് വൃത്തിയാക്കിയാൽ മതി. അതിനെ ബ്രഷൊക്കെ ഇരിപ്പുള്ളതോടെ
അതിൽ തൂക്കാനൊക്കെ എളുപ്പമാണ്. ഒരു തവണ പുല്ല് വെട്ടി പറമ്പ് വൃത്തിയാക്കിയാലും ഒരു മഴ കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാകും. ഇനി യന്ത്രം ഉപയോഗിച്ചാലോ വേരോടെ കാടും പടലവും നശിപ്പിക്കാനാകാത്തതിനാൽ പുല്ല് വീണ്ടും വേഗത്തിൽ വളരും. ഈ അവസ്ഥയ്ക്കാണ് ഈ നവീനാശയം ഫലപ്രദമാകുന്നത്. പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പറമ്പ് മൂടുന്നതിന് തുടക്കച്ചെലവ് കൂടുതലായിരിക്കും. ഒരു ദിവസം പറമ്പ് വൃത്തിയാക്കാനും ഒരു ദിവസം മൂടാനും എടുക്കും. എന്നാൽ തുടർച്ചയായ പരിപാലനത്തിലൂടെ ചിലവ് കുറയ്ക്കാം. പോളിപ്രൊപ്പിലീൻ ഫാബ്രിക് ഉപയോഗിച്ചാണ് വീട്മാറ്റിൻ്റെ നിർമ്മാണം. വായുവും വെള്ളവും കടന്നു പോകുമെങ്കിലും സൂര്യപ്രകാശം തടയുന്നതാണ് പുല്ലുവളർച്ച നിയന്ത്രിക്കപ്പെടുന്നതിന് കാരണം. അങ്ങനെ പാമ്പുകളുടെ ശല്യം രൂക്ഷമാകുന്ന ഇക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് ഈ നവീനാശയം. അമൃത ന്യൂസ്, ആലപ്പുഴ.